ഞാനൊരു ഒറ്റമൂലി പറയാം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ക്രൈസിസ്, അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയായിട്ട് മുന്നണിയിലെടുക്കണോ വേണ്ടേ എന്നുള്ളത്. ദേ ആർ ആക്ച്വലി ഇൻ എ ഡിലേമ. ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. ബിക്കോസ് എനിക്ക് ഒന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാണ് എടുക്കണ്ടെന്ന്, അല്ലെങ്കിൽ എപ്പോഴും എടുത്തേനെ. അപ്പം നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുന്നു. അവിടെ നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് തോൽക്കാൻ പറ്റത്തില്ല. വി കനോട്ട് ടേക്ക് ഇൻ റിസ്ക്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പുറകിന്, അല്ലെങ്കിൽ ഇദ്ദേഹം വിളിക്കുന്നിടത്ത് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം ചെല്ലുന്നത്, സംസാരിക്കുന്നത്, എവിടെ എത്തുന്നുമില്ല. അതിന് ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, അങ്ങനെ പിണക്കണ്ട. പക്ഷേ ലീഡേഴ്സ് ക്യാൻ ടെല്ലും. ഈ നമ്മൾ കെ സുധാകരൻ അതിനൊക്കെ മിടുക്കനാണല്ലോ. അദ്ദേഹത്തിന് ആരെയും പേടിയൊന്നുമില്ല. അങ്ങനെ വീരശൂര പരാക്രമിയ പണ്ടത്തെ ഇപ്പോഴും അത് തന്നെ. അപ്പോൾ അതും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും കൂടെ ചേർന്നിട്ട് വാട്ട് യു മസ്റ്റ് ടെൽ പി വി അൻവർ ഇസ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു മുന്നണിയാണ് ഇല്ലേ? UDF ഐക്യ ജനാധിപത്യ മുന്നണി, LDF പോലൊരു മുന്നണി. ആ മുന്നണിയിൽ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, മുസ്ലിം ലീഗ്, ബാക്കിയുള്ള ഘടകകക്ഷി നേതാക്കൾ, പാർട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ മാത്രം വിചാരിച്ചു ഇന്നിപ്പം ഇടിമിന്നലൊന്നും അല്ലല്ലോ ഇന്നങ്ങ് തീരുമാനിക്കാനെന്ന് കെ സുധാകരൻ പറഞ്ഞ പോലെ, ജസ്റ്റ് എല്ലാം തെറ്റ്. ഞങ്ങൾ മാത്രം തീരുമാനം എടുത്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഞങ്ങളെ വന്ന് കാണുന്നത് പോലെ, ഇപ്പം നാളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കാണാൻ പോകുന്നത് പോലെ, നിങ്ങൾ ബാക്കിയുള്ള ഇപ്പോൾ JSS ഉണ്ട്, പിന്നെ CMP ഉണ്ട്, അങ്ങനെ കുറേ പാർട്ടികളുണ്ടല്ലോ. രമയുടെ RMP ഉണ്ട്, അങ്ങനെ കുറേ പാർട്ടികളുണ്ടല്ലോ. ഐക്യ ജനാധിപത്യ മുന്നണി. നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ കാണാൻ പോകുന്നത് കണക്ക് തന്നെ ഈ ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരെ പോയി കണ്ട്, വീട്ടിലോ എവിടെയെങ്കിലും സൗകര്യമായിട്ട് കണ്ട് അവരോട് പറയുക കാര്യങ്ങൾ. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് പറയാണ്, ഈ ഘടകകക്ഷി നേതാക്കന്മാരും ഘടകകക്ഷിയിലെ പാർട്ടികളെല്ലാം കൂടെ പറയണം, ഞങ്ങൾക്കൊരു എതിരഭിപ്രായമില്ല PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ പൂർണ്ണ സമ്മതമെന്ന് പറഞ്ഞാൽ അവർ എഴുതി തരട്ടെ. പിന്നെ ആർക്കവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് തലയൂരാൻ നോക്കുന്നു. എന്തിനീ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വ്യക്തിയുടെ പിറവിന് ഒരു വലിയൊരു പാർട്ടി ഇങ്ങനെ പോകുന്നത്? കോൺഗ്രസ് പാർട്ടിയിലുള്ള അണികൾക്ക് വരെ അത് പ്രയാസം ഉണ്ടാകുന്ന കാര്യമല്ലേ? ഒരു വ്യക്തിയുടെ പിറവിന്, ഒരു വ്യക്തി, ഒരു പ്രദേശത്തുള്ള, കേരളം മൊത്തമല്ല, ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തിയുടെ പിറവിന്, ആരും ആയിക്കോട്ടെ, കൊമ്പും തുമ്പിക്കൈയൊന്നും ഇല്ലല്ലോ, ആരും ആയിക്കോട്ടെ, അദ്ദേഹം മിടുക്കനാണ്, അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ട്, അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട്, അദ്ദേഹത്തിന് പണക്കാരനാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറേ വോട്ട് ഗ്യാദർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ എന്നാലും ഒരു പാർട്ടിയെ ബലിയാടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ട് പോകാതെ ടെൽ പോയിൻറ്റ് ബ്ലാങ്ക് ഇൻ ടു ഹിസ് ഫേസ്, we cannot take you individually, we cannot take you തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളൊരു നിലയിൽ ഇങ്ങനെ പാർട്ടി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഘടകകക്ഷി നേതാക്കന്മാരും പാർട്ടിക്കാരും എല്ലാം സമ്മതിക്കണം. അവരെഴുതി തരട്ടെ, അവർക്ക് പ്രശ്നമില്ല എന്ന്. നിങ്ങൾ ഞങ്ങളെ വന്ന് കാണുന്ന പോലെ നിങ്ങൾ അവരെ പോയി കണ്ട് ഓരോരുത്തരായിട്ട് കണ്ടിട്ട് അവരുടെ കയ്യിൽ കൺസെൻറ്റ് വാങ്ങി തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് വൈ കാണ്ട് യു ഡു ഇറ്റ്? അതല്ല ചെയ്തുകൊണ്ടിരുന്നാൽ കോൺഗ്രസ് പാർട്ടി വിൽ ഹാവ് ടു പേ ഇറ്റ്സ് പ്രൈസ്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇത് കൊടുക്കേണ്ടി വരും കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് അത് ഇനിയൊരു മൂന്നാം വേഴം നമുക്ക് പിണറായി വിജയന് കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റിസ്ക്കുകൾ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു വ്യക്തിയായിട്ട് പോലും കോൺഗ്രസ് പാർട്ടി ഇത്രയും താഴ്ന്നു പോകുന്നത്. പക്ഷേ അത് അദ്ദേഹം മുതലെടുക്കരുതല്ലോ. അപ്പോൾ മുതലെടുക്കുന്നത് മാത്രമല്ല, അണികളും കാണുന്നു, വോട്ടേഴ്സും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി ഇൻ എ വെരി സോഫിസ്റ്റിക്കേറ്റഡ് വേ ടെല്ലും ദറ്റ് വി കനോട്ട് ടേക്ക് go to all the parties and let them also come in front and say okay, no problem, take him as a തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ആയിട്ട് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴുകാൻ നോക്ക്. എന്നിട്ട് കാര്യങ്ങളിലേക്ക് നീക്ക്. ഒരു വ്യക്തിക്ക് വേണ്ടി ഈ കോൺഗ്രസ് പാർട്ടിയെ പോലൊരു പാർട്ടി ഇങ്ങനെ ഓടുന്നത് വളരെ മോശമാണ്.